ഇന്നത്തെ സ്പെഷ്യൽ കിട്ടണമെങ്കിൽ വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല. ഇതെന്റെ സ്വന്തം റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ സ്പെഷ്യൽ എന്താന്ന് തന്നെ നോക്കാം അല്ലേ. വിഷു ആയതുകൊണ്ടിട്ട് അമ്മ ഉണ്ടാക്കി തന്ന ചോറും കറികളുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഞാൻ ഒന്നൊന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഈ ഒരു സദ്യക്കുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മിസ്സാക്കാതിരിക്കാൻ ഏത് കൊമ്പത്താണേലും ഞാൻ ചാടി വീണ് വീട്ടിലെത്തിയിട്ടുണ്ടാവും. ആദ്യമെല്ലാം സദ്യ വിളമ്പാനായിരുന്നു എനിക്കിഷ്ടം. ഇപ്പൊ ആണെങ്കിലോ സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഓരോ സാധനങ്ങളും എടുത്ത് കഴിച്ചു നോക്കലാണ് എന്റെ പണി. വിളമ്പാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വായിലേ കപ്പലോടും. സദ്യ എന്ന് പറയാനായിട്ട് എല്ലാ കൂട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാമ്പാറും പിന്നെ ചിക്കൻ കറി, ഉള്ളിക്കറി, മീൻ വറ്റിച്ചത്, പിന്നെ പപ്പടം, തോരൻ, പായസം, പഴം, ഇതൊക്കെയായിരുന്നു നമ്മൾ സ്പെഷ്യൽ. കുറച്ചാണെങ്കിലും പെട്ടെന്ന് വയറ് നിറയും കേട്ടോ. സദ്യ കഴിക്കുമ്പോൾ കുറച്ച് ചോറ് കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഒരു സാധനം കൂടി വരാനുണ്ടേ, പായസം. ആ പായസം അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിച്ചാലല്ലേ സദ്യ പൂർണ്ണാവുള്ളൂ. പണ്ടൊക്കെ പായസം കഴിക്കുമ്പോഴേ പഴവും പപ്പടവും ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു വ്യാഡായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ പഴവും പപ്പടവും ഇടാണ്ട് പായസം ഞാൻ കുടിക്കാറേ ഇല്ല കേട്ടോ. ചെറുപയറും അരിയും ഇട്ടിട്ടുള്ള പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാന്ന് കമന്റ് ചെയ്യണേ. പക്ഷെ പണ്ടത്തെ വിഷുവിന്റെ വൈബൊന്നും ഇപ്പൊ ഇല്ല അല്ലേ. പണ്ടൊക്കെ വീട്ടിലുള്ള എല്ലാരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നിട്ടായിരുന്നു ഈ ഒരു സദ്യയെല്ലാം ഉണ്ടാക്കല്. ഇപ്പൊ ആണെങ്കിലോ ജോലിയും പഠിത്തവും ഫാമിലിയും ഒക്കെ ആയിട്ട് എല്ലാവരും ഓരോരോ സ്ഥലത്താണുള്ളത്. അത് മാത്രല്ല കേട്ടോ, മുത്തശ്ശിമാരൊക്കെ ഇരുന്ന് നമ്മുടെ ഒപ്പം ഇരുന്നുണ്ട ഓണവും വിഷുവും ഒക്കെ ഇപ്പം നമുക്ക് ഇല്ലല്ലോ. പോയവരൊക്കെ പോയി. നമുക്ക് എത്ര നാൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്ര നാൾ സന്തോഷമായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. അങ്ങനെതാ എൻ്റെ ഇലയിലിട്ട പായസം എല്ലാം ഞാൻ ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. എൻ്റെ വയറാണെങ്കിൽ ഫുൾ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല അങ്ങോട്ട് മടക്കാം. എണീക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഇരിപ്പാണ് കേട്ടോ ദാ ഈ കാണുന്നത്. ഇനി നമുക്ക് ഒരു തണുത്ത ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഈ എപ്പിസോഡ് ഇവിടെ കൊണ്ട് നിർത്താം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഹാപ്പി വിഷു.